ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോട് ഇപ്പോഴുള്ള നിലവിലുള്ള ഫീലിങ്സ് എന്താണെന്നാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ ലെസ് കോണ്ടാക്റ്റ് ആകാം, ഇല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആകാം, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങളോടുള്ള എന്താണ് അവരുടെ ഫീലിങ്സ് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പ്രെഡുകൾ എടുത്തിട്ടുണ്ട്. ആ സ്പ്രെഡുകളാണ് കിങ് ഓഫ് കപ്സ്, ജഡ്ജ്മെൻറ്റ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് വാൺസ്, 7 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഈ കാർഡ് ഞാൻ മറച്ചു വെച്ചിരിക്കുന്നത് അത് കുറച്ച് ന്യൂഡായിട്ടുള്ള ഒരു പിക്ചർ അതിനകത്തുണ്ട്. അപ്പോൾ അത് കാണിച്ച യൂട്യൂബ് നമ്മൾ ബാൻ ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിത് മറച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് സ്പ്രെഡുകളിലേക്ക് പോയാലോ. കിങ് ഓഫ് കപ്സ് പറയുന്നത് എന്താണെന്ന് നോക്കാം. അവന് ഇമോഷണലി ഡീപ്പായിട്ടുള്ളൊരു ഫീലിങ്സ് നിങ്ങളോടുണ്ട്, അതായത് ലവ് ഉണ്ട്. പക്ഷേ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു എന്നാണ് കിങ് ഓഫ് കപ്സ് പറയുന്നത്. അടുത്ത ജഡ്ജ്മെൻ്റ് ആണ്. അവൻ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുണ്ടായിരിക്കുന്ന ഒരു എന്താ പറയുക, വഴക്കോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അവൻ ചിന്തിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു സെക്കൻഡ് ചാൻസ്, റീയൂണിയൻ പോലുള്ള എനർജിയും ഈ ജഡ്ജ്മെൻറ്റിൽ കാണുന്നുണ്ട്. ഇനി അടുത്ത ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കണ്ടോ, ഇങ്ങനെ നീട്ടുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളോടൊരു പുതിയ സ്റ്റാർട്ട് ആഗ്രഹമുണ്ട്. അതായത് ഈ ബന്ധം ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സ്റ്റേബിൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റൊക്കെ എനർജി തരണമെന്നും അവർക്ക് ആഗ്രഹമുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് 8 ഓഫ് വാൺസ് ആണ്. കമ്മ്യൂണിക്കേഷൻ വരാൻ വളരെ ചാൻസ് ഉണ്ട്, വളരെ സ്പീഡിലാണ് വരുന്നത്. സ്റ്റേബിൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് എനർജിയാണ് 8 ഓഫ് വാൺസ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് അതായത് ഒരു കമ്മ്യൂണിക്കേഷനും പെട്ടെന്ന് വരാനും സഡൻ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകാനും ഉള്ള ചാൻസ് ഉണ്ടെന്നാണ് ഈ 8 ഓഫ് വാൺസ് പറയുന്നത്. കണ്ടോ, എല്ലാം കൂടി കുതിച്ച് വരുന്ന പോലെ ഭയങ്കര സ്പീഡിൽ. പിന്നെ നമുക്കിതൊരു 7 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മൈൻഡ് ക്ലാരിറ്റി കുറവുണ്ടെന്നാണ് ഈ 7 ഓഫ് കപ്സ് കാണിക്കുന്നത്. കണ്ടോ, കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പല കാര്യങ്ങൾ, ചിലപ്പോൾ വർക്ക് സംബന്ധമാകാം, ചിലപ്പം വേറെ കുറച്ച് ഓപ്ഷൻസ് അവളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാകാം. അപ്പോൾ അതിനകത്ത് എന്ത് വേണമെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ഒരു കൺഫ്യൂഷനിലൂടെയാണ് നിങ്ങളുടെ പാർട്ട്ണർ കടന്നു പോകുന്നതെന്നാണ് ഈ 7 ഓഫ് കപ്സ് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു ഓവറോൾ നോക്കിയാൽ, പാർട്ട്ണർക്ക് നിങ്ങളുടെ ഫീലിങ്സ് ഉണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈവൻ പുതിയ സ്റ്റാർട്ടപ്പ്, റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന എനർജി കാണിക്കുന്നു. പക്ഷേ ഇപ്പോൾ കൺഫ്യൂഷനും ഓവർ തിങ്കിങ് കൊണ്ട് ഇമ്മീഡിയറ്റ് ക്ലിയർ ആക്ഷൻ ഇല്ല. കമ്മ്യൂണിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ടെന്നും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റീഡിങ്. എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്